പുഷ്പ 2 സിനിമ പ്രദർശനത്തിനിടെ അല്ലു അർജുൻ തിയേറ്ററിലെത്തുന്ന കാര്യം കൃത്യമായി അറിയിച്ചില്ലെന്ന ചിക്ലപ്പള്ളി പോലീസിന്റെ വാദം തള്ളി തിയേറ്റർ ഉടമകൾ. മതിയായ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് ചിക്ലപ്പള്ളി പോലീസിന് അപേക്ഷ നൽകിയിരുന്നുവെന്ന് തിയേറ്റർ അധികൃതർ വ്യക്തമാക്കി. താരങ്ങളും സിനിമയുടെ അണിയറ പ്രവർത്തകരും തിയേറ്ററിൽ എത്തുമെന്ന് കാണിച്ച് ഡിസംബർ 2-നാണ് അപേക്ഷ നൽകിയത്. തിയേറ്ററിലെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് അല്ലു അർജുനെതിരെ ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് കേസെടുത്തത്. സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിലെ ജീവനക്കാരും കേസിലെ പ്രതികളാണ്. ഇതിൽ 2 ജീവനക്കാരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് അല്ലുവിനെ വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് അല്ലു അർജുൻ തിയേറ്ററിൽ എത്തുന്ന വിവരം അറിയിച്ച് കത്ത് നൽകിയിരുന്നുവെന്ന വിവരം തിയേറ്റർ ഉടമകൾ പുറത്തുവിട്ടത്. ഈ കത്തിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. പുഷ്പ 2 റിലീസ് ദിവസത്തെ പ്രത്യേക സന്ദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118, 1 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എന്തായാലും നടനിപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. രാവിലെ ജൂബിലി ഹിൽസിലെ അല്ലുവിന്റെ വീട്ടിലെത്തിയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ചിക്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു സംഭവം നടന്നത്. ഹൈദരാബാദ് സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ അല്ലു അർജുൻ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തിയേറ്ററിന്റെ ഉടമകളിൽ ഒരാൾ, സീനിയർ മാനേജർ, ലോവർ ബാൽക്കണിയിലെ സുരക്ഷാ ജീവനക്കാരൻ എന്നിവരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അല്ലു അർജുനെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശേഷം ചിക്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷും അച്ഛൻ അല്ലു അരവിന്ദും സ്റ്റേഷനിലെത്തിയിരുന്നു. നിർമ്മാതാവ് ദിൽരാജുവും സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം ഗാന്ധി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്.